JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീറ്റൈൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? സീറ്റൈൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? സീറ്റൈൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഡീസൽ അല്ലേ. സീറ്റൈൻ നമ്പർ ഡീസൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ ഉള്ള എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് അല്ലേ. 1, 3, 4, 2. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ്? 1, 3, 4, 2. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏതാണ്? ട്രെയിൻ ആണല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. താഴെ പറയുന്നതിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ട്രെയിന്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തില് ആൾട്ടർനേറ്ററുടെ ഉപയോഗം. വാഹനത്തില് ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാഹനത്തില് ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? ബാറ്ററി ചാർജ് ചെയ്യാൻ. വാഹനത്തിൽ ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? ബാറ്ററി ചാർജ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഫീലർ ഗേജ് ആണ് അല്ലെ. ഫീലർ ഗേജ്. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫീലർ ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഡിഫറൻഷ്യൽ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഡിഫറൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏതു സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിച്ചോ? ഏതാണ്? തൻ്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം. തൻ്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഹസാർഡ് വാർണിംഗ് ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. റോഡ് അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. റോഡ് അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗോൾഡൻ അവർ. ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ട്രാഫിക് സൈൻ, നിങ്ങൾ കാണുന്ന ഈ ട്രാഫിക് സൈന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വാഹനം നിർത്തുക, ഓപ്ഷൻ ബി നോ പാർക്കിംഗ്, ഓപ്ഷൻ സി അപകട മേഖല, ഓപ്ഷൻ ഡി റോഡ് അവസാനിക്കുന്നു. ഏതാണ് ഈ ട്രാഫിക് സൈൻ സൂചിപ്പിക്കുന്നത്? കണ്ടുപിടിച്ചോ? ഏതാണ്?
വാഹനം നിർത്തുക. പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. വാഹനം ഈ ട്രാഫിക് സൈൻ കണ്ടാൽ അന്നേരം ഉത്തരം എഴുതിക്കണം, വാഹനം നിർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഹെഡ് ഗാസ്കറ്റ് തകരാറാണ്. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ അന്നേരം മനസ്സിലാക്കണം എന്താണ്? ഹെഡ് ഗാസ്കറ്റ് തകരാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 5 കിലോമീറ്റർ വരെ 200 രൂപ. 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക 5 കിലോമീറ്റർ വരെ 200 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ മൂലമാണ് വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത്. വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ബലം പ്രവർത്തിക്കുന്നത് ഏത് മൂലമാണ്? ഫ്രിക്ഷൻ മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ത്രികോണം. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി ത്രികോണം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? 12 മാസമാണ് അല്ലെ. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 12 മാസം. അടുത്ത ക്വസ്റ്റ്യൻ. ABS എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ABS എന്നാൽ എന്ത്? പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. ABS എന്നാൽ എന്താണ്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ABS എന്നാൽ എന്ത്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? ഏത് സെക്ഷൻ ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സെക്ഷൻ 19. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ടാക്കോമീറ്റർ. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം ടാക്കോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ ഈ ട്രാഫിക് സൈൻ നിങ്ങൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന
എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോ പാർക്കിംഗ്, ഓപ്ഷൻ ബി നിയന്ത്രണം തുടങ്ങുന്നു, ഓപ്ഷൻ സി നിയന്ത്രണം അവസാനിക്കുന്നു, ഓപ്ഷൻ ഡി സ്പീഡ് നിയന്ത്രണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, നിയന്ത്രണം അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.